ഹലോ ഓൾ 10th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് XandY ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മിഷൻ ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന വീഡിയോസിലെ ഫിസിക്സിലെ 3rd വീഡിയോ ആണത്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നമ്മൾ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ പാരാഷൂട്ടിസ്റ്റ് വിത്ത് ടോട്ടൽ വെയിറ്റ് 75 കിലോഗ്രാം ഡ്രോപ്സ് വേർട്ടിക്കലി ഓൺ ടു എ സാൻഡി ഗ്രൗണ്ട്. ഓക്കെ, ഈസിലി ഇമാജിൻ ചെയ്യാൻ പറ്റും. ഒരു സാൻഡി ഗ്രൗണ്ടിലേക്ക് ഒരു പാരഷൂട്ട് എന്ത് ചെയ്യുന്നു, വിത്ത് ആ പേഴ്സണോട് കൂടി 75 കിലോഗ്രാം വന്ന് വീഴുന്നു. ആൻഡ് എന്താ സംഭവിക്കുന്നത്, ഓൺ ടു എ ഗ്രൗണ്ട് വിത്ത് എ സ്പീഡ് ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് അത് വന്ന് വീഴുന്നത്. ആൻഡ് കംസ് ടു എ ഹോൾട്ട് ഓവർ എ ഡിസ്റ്റൻസ് ഓഫ് 0.25 മീറ്റർ. ദി ആവറേജ് ഫോഴ്സ് ഫ്രം ദി ഗ്രൗണ്ട് ഓൺ ഹെർ ഇസ് ക്ലോസ് ടു. ആവറേജ് ഫോഴ്സ് ഫ്രം ദി ഗ്രൗണ്ട് ഓൺ ഹെർ ഇസ് ക്ലോസ് ടു. അപ്പോൾ ഈ ഒരു പാരഷൂട്ടിസ്റ്റ് വന്ന് വീഴുമ്പോൾ അതിന് കിട്ടുന്ന, ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഫോഴ്സ് എത്രയാണെന്ന ചോദ്യം. ഓഫ് കോഴ്സ്, കാരണം ഇതെന്താണ്, ഒരു സർട്ടൺ സ്പീഡിൽ വരുന്നു, എന്നിട്ടൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുകയാണ് അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫോഴ്സ് കിട്ടിയത് കൊണ്ടാണ് ഇതിൻ്റെ സ്പീഡ് 0 ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതെല്ലാവർക്കും ഈസിലി മനസ്സിലാക്കാവുന്ന കാര്യമാണ് അല്ലേ. സിമിലർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു ബുള്ളറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. ഒരു ബുള്ളറ്റ് ഒരു സർട്ടൺ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വുഡൻ ബ്ലോക്കിലേക്ക് എൻ്റർ ചെയ്തിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് ആ ബുള്ളറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ബുള്ളറ്റിൻ്റെ വുഡൻ ബ്ലോക്കിൽ നിന്നും കിട്ടിയ ആ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കിട്ടിയ ഫോഴ്സ് എത്രയാണെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതെങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ആ ബുള്ളറ്റിൻ്റെ സ്പീഡ് ഡിക്രീസ് ചെയ്തിട്ട് 0 ആവുകയാണ് അല്ലേ. ഇവിടെ നമുക്ക് പറയാം ഈ ഒരു പാരഷൂട്ട് വന്ന സ്പീഡ്, ഇനീഷ്യൽ സ്പീഡ് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബുള്ളറ്റിൻ്റെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഫൈനൽ സ്പീഡ് എത്രയാണ്? ഇവിടെ 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാരണം ഇത് റെസ്റ്റിലേക്കാണ് പോകുന്നത്. ഇതിനു വേണ്ടി ആ ഒരു സമയത്ത് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0.25 മീറ്റർ ആണ്. അപ്പോൾ ഈ 3 ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം അല്ല. ഇവിടെ നെഗറ്റീവ് ആയിരിക്കും ആക്സിലറേഷൻ, ബിക്കോസ് റിട്ടാർഡേഷൻ ആണ്. ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് വേണ്ടത് ഫോഴ്സ് ആണ്. ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യും? മാസ് ഇൻറ്റു ആക്സിലറേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇതാണ് ബുള്ളറ്റിൻ്റെ ക്വസ്റ്റ്യനിൽ ഹൊറിസോണ്ടലി ട്രാവൽ ചെയ്ത ഒബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഈ എൻ്റയർ ഒബ്ജക്റ്റ് 75 കിലോഗ്രാം, ഈ എൻ്റയർ ഒബ്ജക്റ്റ് വന്ന് വീഴുകയാണ് ഒരു സാൻഡി ഗ്രൗണ്ടിൽ. ഓക്കെ, എന്നിട്ട് ഇതാ 0.25 മീറ്റർ ട്രാവൽ ചെയ്തുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു? അത് സ്റ്റോപ്പ് ആകുന്നു. ഓക്കെ, അത് സ്റ്റോപ്പ് ആകുന്നു. വെർട്ടിക്കലി മോഷൻ നടക്കുന്ന കേസിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ കൂടെ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരേണ്ട കാര്യമാണ്. ഹൊറിസോണ്ടൽ മോഷൻ പോലെയല്ല, വെർട്ടിക്കൽ മോഷനിൽ എപ്പോഴും ഓൾവേസ് ഒരാൾ പ്രസൻ്റ് ആണ്. അത് വേറെ ആരുമില്ല, നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം വെർട്ടിക്കൽ മോഷൻ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ ഒരു കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. ഇവിടെ എപ്പോഴും താഴേക്ക് ആരുണ്ട്? ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ, അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ടേംസിൽ സംസാരിക്കുകയാണെങ്കിൽ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് ഈ ഒബ്ജക്റ്റിന് മേലെ ത്രൂ ഔട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബുള്ളറ്റ് പോയിട്ട് വുഡൻ ബ്ലോക്കിലേക്ക് കയറി സ്റ്റോപ്പ് ആവുന്ന ക്വസ്റ്റ്യനിൽ എന്തില്ല? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നില്ല. അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നു, അതിനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു. എന്നാൽ ഇവിടെ കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. എനിവേ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ആക്സിലറേഷൻ കണ്ടുപിടിക്കുക തന്നെയാണ്. സോ ഏത് ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യണം അല്ല? ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഇനീഷ്യൽ സ്പീഡ്, ഫൈനൽ സ്പീഡ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ ആണ് വേണ്ടത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഏത് ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യും? v² = u² + 2as എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സോ 0² = ഇനീഷ്യൽ സ്പീഡ് 2 ആണ്, 2² + 2 ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു 1/4. 0.25 മീറ്റർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. സോ 2² = നമുക്ക് എന്ത് വരും? -2a ഇൻറ്റു 1/4 എന്ന് വരും. ഓർ 4 അല്ലെങ്കിൽ -4 നിങ്ങൾ ഈ 2ഉം ഈ 4ഉം ഡിവൈഡ് ചെയ്യുക, a/2 എന്ന് വരും. Therefore, acceleration is equal to -8 meter per second square. അപ്പോൾ -8 meter per second square എന്ന് പറയുന്ന ആക്സിലറേഷനിലാണ് പാരഷൂട്ടിസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ സാൻഡി ഗ്രൗണ്ടിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. നെഗറ്റീവ് ആയിരിക്കും, കാരണം നിങ്ങൾ ആലോചിക്കും, ഇവിടുത്തെ വെക്ടേഴ്സ് മുഴുവൻ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 2 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് താഴേക്കുള്ള വെലോസിറ്റിയാണ്, അത് നമ്മൾ പോസിറ്റീവ് ആക്കി എടുത്തു. സോ റിട്ടാർഡേഷൻ ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവുക. റിട്ടാർഡേഷൻ്റെ ഡയറക്ഷൻ നേരെന്താണ്? ഈ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നെഗറ്റീവ് എന്നുള്ള ആൻസർ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതുവരെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ 8നെ കൊണ്ട് ഈ പാരഷൂട്ടിൻ്റെ 75 മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യാൻ പാടില്ല. അതാണ് നമ്മൾ ഹൊറിസോണ്ടൽ മോഷനിൽ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജി കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം ഈ ഗ്രൗണ്ടിന് ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ മൊമെൻറ്റം, ഈ പാരഷൂട്ടിൻ്റെ മൊമെൻറ്റം മാത്രം സ്റ്റോപ്പ് ചെയ്താൽ പോരാ,
അതിൻ്റെ കൂടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടെ ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായോ? ഒന്നും കൂടെ ചിന്തിച്ച് നോക്കിയേ. ഈ പാരഷൂട്ടിസ്റ്റ് ഇറങ്ങി വരുന്ന സമയത്ത് അതിന് സ്വന്തമായിട്ട് മൊമെൻ്റം ഉണ്ട്. അത് നമ്മുടെ ഗ്രൗണ്ട് എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മേലെ എന്തും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതും കൂടെ എവിടെ ചെന്നിട്ടാണ് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്? ഈ സാൻഡി ഗ്രൗണ്ടിലാണ് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ടോട്ടൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതാ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ നോക്കുക, 75 കിലോഗ്രാം ഉള്ള ഈ ഒരു ഒബ്ജക്റ്റ്, അതിന് മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, അതിന് നമ്മൾ ഇൻഡിവിജ്വൽ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാൻ പോവാണ്. സോ അതിൻ്റെ താഴേക്ക് നമുക്കറിയാം അതിൻ്റെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. mg എന്ന് പറയുന്ന വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓൾസോ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന സാൻഡി ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റെസിസ്റ്റീവ് ഫോഴ്സ്. ഓക്കെ, ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് മേലേക്കാണ്, റിട്ടാർഡേഷൻ ആണ്, മേലേക്കാണ് കിട്ടുന്നത്. ഇത് രണ്ടും കിട്ടിയിട്ട് ഫൈനലി എന്താണ് ഇതിൻ്റെ റിസൾട്ട് സംഭവിച്ചത്? ഇത് രണ്ടും കിട്ടിയിട്ടും വാട്ട് ഹാപ്പൻഡ് ടു ദ പാരഷൂട്ടിസ്റ്റ്? അത് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാം അല്ലേ? ഇത് രണ്ടിൻ്റെയും എഫക്റ്റ് ആയിട്ട് ഈ പാരഷൂട്ടിന് എന്ത് സംഭവിച്ചു? -8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ആക്സിലറേഷൻ കിട്ടി. -8 എന്ന് പറയുമ്പോൾ ഏതാ ഡയറക്ഷൻ? അപ്വേർഡ് ഡയറക്ഷൻ ആണ്. ഓക്കെ, -8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ആക്സിലറേഷൻ ആണ് ഈ പാരഷൂട്ടിന് കിട്ടിയത്. ഓക്കെ, ഇനി ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് നമുക്ക് ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്ന രൂപത്തിൽ എഴുതാം. കാരണം ഇവിടെ റെസിസ്റ്റീവ് ഫോഴ്സ് വലുതായതുകൊണ്ടാണല്ലോ -8 എന്ന് പറയുന്ന ആ ഡയറക്ഷനിലേക്ക് റിട്ടാർഡേഷൻ കിട്ടിയത് അല്ലേ? അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നുള്ള ഓപ്പോസിറ്റ് ഫോഴ്സ് ഹയർ ടു കമ്പയർ ടു mgയേക്കാൾ വലുതായതുകൊണ്ടാണ് ഇത് അവിടെ സ്റ്റോപ്പ് ആയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ നെറ്റ് ഫോഴ്സ് എഴുതാം. എങ്ങനെയാണ് നെറ്റ് ഫോഴ്സ് എഴുതാം? നെറ്റ് ഫോഴ്സ് ഇത് ബിഗ്ഗർ ഫോഴ്സ്, ഏതാണോ വലിയ ഫോഴ്സ് അതിവിടെ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. അതിൽ നിന്ന് ഇതിൻ്റെ സ്വന്തം വെയിറ്റ് നമുക്ക് മൈനസ് ചെയ്യാം. വെയിറ്റ് എത്രയാണ്? mg ആണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ആയിട്ടാണ് ഈ ഒരു -8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ആക്സിലറേഷൻ കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ? ഈ രണ്ട് ഫോഴ്സിൻ്റെയും ഡിഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടാണ് ഇതിന് മുകളിലേക്കൊരു റെസിസ്റ്റീവ് ഫോഴ്സ് കിട്ടിയതും അത് ഗ്രൗണ്ടിൽ സ്റ്റോപ്പ് ചെയ്തതും. ഓക്കെ, അപ്പോൾ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ഫൈനലി എങ്ങനെ എഴുതാം? മാസ് ഇൻറ്റു അതിൻ്റെ നെറ്റ് ആക്സിലറേഷൻ. മനസ്സിലാവുന്നുണ്ടോ? മാസ് ഇൻറ്റു അതിൻ്റെ നെറ്റ് ആക്സിലറേഷൻ എന്ന് എഴുതാൻ പറ്റും. അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഡിഫറൻസ് നമ്മളെടുത്തു, ഗ്രേറ്റർ ഫോഴ്സ് മൈനസ് സ്മോളർ ഫോഴ്സ് ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു അതിൻ്റെ നെറ്റ് ആക്സിലറേഷൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ -mgനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ എന്താകും? ma+mg എന്നുള്ള ടേമിലേക്ക് നമ്മളെത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് m ഞാൻ കോമൺ ആക്കി എടുക്കുന്നു, a+g എന്ന് വരും. സോ ദിസ് ഇസ് m എത്രയായിരുന്നു? 20 കിലോഗ്രാം അല്ലേ? സോ 20 ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്നുള്ളത് നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, -8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ അല്ലേ? അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? മുകളിലേക്ക്. അപ്പോൾ ഈ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം a ആൻഡ് g. a ഓൾറെഡി നമ്മൾ മുകളിലേക്ക് എന്നുള്ള രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. മനസ്സിലായോ? -8 വരാനുള്ള കാരണം എന്താ? അതിൻ്റെ ഡയറക്ഷൻ അപ്വേർഡ് ആയതുകൊണ്ട്. ഡൗൺവേർഡ് ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് ആക്കി എടുത്തു. സോ അപ്വേർഡ് ആയിട്ടുള്ള എല്ലാ വെക്ടേഴ്സും എന്തായിരിക്കും? നെഗറ്റീവായിട്ടാണ് വരിക. അപ്പോൾ ഈ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യനിൽ ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ. അപ്വേർഡ് എന്ന് പറയുന്ന ഡയറക്ഷനിൽ തന്നെയാണ് എ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഞാൻ ഇക്വേഷൻസും എഴുതിയിട്ടുള്ളത്. ദെർഫോർ ഈ ഫൈനലി നിങ്ങൾ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? 8 തന്നെ യൂസ് ചെയ്താൽ മതി. അതിൻ്റെ ലോജിക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാരണം ഇതാ ഇവിടെ ഞാൻ -mg ആണ് എടുത്തിട്ടുള്ളത്. കാരണം അത് ഞാൻ എന്താക്കിയെടുത്തു? താഴേക്കുള്ള ഫോഴ്സ് ആക്കിയെടുത്തു. ഈ ഒരു നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കോമൺ സെൻസ് മനസ്സിലാവുന്ന രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രൂപത്തിൽ എഴുതിയത്. ഓക്കെ, അപ്പോൾ 8 + 10 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു 18. അപ്പോൾ ആൻസർ 1350 ന്യൂട്ടൺ ആണ് ഗ്രൗണ്ടിൽ നിന്നുള്ള റെസിസ്റ്റീവ് ഫോഴ്സ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഈ കിട്ടിയത് -8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത് 8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡും മൈനസ് അത് അപ്വേർഡ് എന്ന് പറയുന്ന ഡയറക്ഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ ചെയ്തത് എന്താ? ഓൾറെഡി അപ്വേർഡ് എന്ന് പറയുന്ന ഡയറക്ഷൻ ആക്സിലറേഷൻ കൊടുത്തു, അത് പോസിറ്റീവ് ആക്കി എടുത്തു. ഡൗൺവേർഡ് എന്നുള്ളത് നെഗറ്റീവ് ആക്കിയിട്ട് എടുത്തു ലാസ്റ്റ് പാർട്ടിൽ. അപ്പോൾ നമുക്ക് വെക്ടറിൻ്റെ നൊട്ടേഷൻ നമ്മളാണ് ഡിസൈഡ് ചെയ്യുക. ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ പോസിറ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ -8 അല്ല കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കുകയാണ്. ഓക്കെ, അപ്പോൾ 1350 ന്യൂട്ടൺ എന്നുള്ള ആൻസറാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മളൊരു ബുള്ളറ്റ് ഹൊറിസോണ്ടലി ട്രാവൽ ചെയ്തൊരു വുഡൻ ബ്ലോക്കിൽ പോയി സ്റ്റോപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബിഗ് ഡിഫറൻസ് ഗ്രാവിറ്റി കൂടെ ഉണ്ട്. ആ ഗ്രാവിറ്റിയും കൂടെ ആര് സ്റ്റോപ്പ് ചെയ്യണം? സാൻഡ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബുള്ളറ്റുമായിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, ബുള്ളറ്റ് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8 കൊണ്ട് നമ്മൾ 20 മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? 20 ഇൻറ്റു 8 ചെയ്യും. അതിൻ്റെ കൂടെ എന്തും കൂടെ വരുന്നുണ്ട്?
75 അല്ല 75 യെസ് 20 കിലോഗ്രാം അല്ല 75 കിലോഗ്രാം ആണ് യെസ് ഓക്കെ 75 കിലോഗ്രാം ആണ് 20 അല്ല സോ 75നെ 8 കൊണ്ട് മാത്രമാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക അതിൻ്റെ കൂടെ 10ഉം കൂടെ ആഡ് ചെയ്തിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം ഒന്ന് അതിൻ്റെ മൊമെൻറ്റം സ്റ്റോപ്പ് ചെയ്യണം പ്ലസ് എന്തും കൂടെ സ്റ്റോപ്പ് ചെയ്യണം അതിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഗ്രൗണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഫുൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റിൽ അത് അറിയിക്കണം ആൻഡ് ഓൾസോ ഇതുപോലത്തെ വീഡിയോസ് എല്ലാ സബ്ജക്ട്സിനും നമ്മുടെ ടീച്ചേഴ്സ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒളിമ്പ്യാഡ് എഴുതാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ